ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈജു നമ്പർ 8 എന്ന ജാപ്പനീസ് ആനിമേ TV സീരീസിന്റെ സീസൺ 1 6ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുന്നേയുള്ള എപ്പിസോഡുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ആ വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പുലർച്ചെ 3 മണിക്ക് തന്നെ ഡിഫൻസ് ഫോഴ്സ് 3rd ഡിവിഷൻ കൈജു അലർട്ട് കിട്ടിയതിനെ തുടർന്ന് അണിനിരക്കുന്നതാണ്. അവരവരുടെ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. അതിനാൽ അവർ സഗമഹാരയിലെ ആളുകളെയെല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നു. അവിടെ വന്നിരിക്കുന്ന ആ വലിയ കൈജു വലുതാകുന്നതിന് പുറമെ അതിന്റെ ഉള്ളിൽ നിന്ന് ചെറിയ കൈജുകളെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എണ്ണം നേരം കൂടുന്തോറും പെരുകി വരികയാണ്. ക്യാപ്റ്റൻ മീന ആഷിറോയും സംഘവും ആ വലിയ കൈജുവിനെ നശിപ്പിക്കുമ്പോൾ പുതിയതായി റിക്രൂട്ട് ചെയ്യപ്പെട്ടവർ അവരുടെ ആദ്യ മിഷനിൽ ഒരുമിച്ച് ആ ചെറിയ കൈജുകളെ കൈകാര്യം ചെയ്യണമെന്ന് വൈസ് ക്യാപ്റ്റൻ സോഷിറോ ഇവർക്ക് നിർദ്ദേശം നൽകുന്നു. അവർ സംഭവ സ്ഥലത്തേക്ക് പോകും വഴി അധികമായി കഴിച്ചതിനെ തുടർന്ന് എനിക്ക് ഛർദിക്കാൻ വരികയാണെന്ന് പറയുകയാണ് കഫ്ക. അപ്പോൾ ഷിനോമിയ ഛർദിച്ചാൽ കൊന്നുകളയും പന്നിയെന്ന് അവനെ വിരട്ടുന്നു. അങ്ങനെ എങ്ങനെയോ സ്ഥലത്തെത്തിയ ശേഷം കാഫ്കയും ടീമും ക്യാപ്റ്റന്റെ ഓർഡറുകൾക്കായി വെയിറ്റ് ചെയ്യുന്നു. കൂറ്റൻ ഫംഗസ് പോലെയുള്ള കൈജു അകലെ നിൽക്കുന്നു. അവരുടെ ജോലി മറ്റ് പ്ലാറ്റൂണുകൾക്കൊപ്പം വലിയ കൈജു പുറത്തു വിടുന്ന ചെറിയ കൈജുകൾ ഒന്നുപോലും പ്രദേശത്ത് നിന്ന് പുറത്തു കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതാണ്. അപ്പോൾ വൈസ് ക്യാപ്റ്റൻ സോഷിറോ തന്റെ ടീമിലെ പുതിയ റിക്രൂട്ട്മെന്റുകളെ യുദ്ധം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ആ സമയം ഓക്കനോഗി ഡിഫൻസ് ഫോഴ്സ് ഓപ്പറേഷൻ സെന്ററിൽ നിന്ന് സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ കൈമാറുന്നു. ലെനോ കഫ്കയോട് ഡിഫൻസ് ഫോഴ്സിലെ കഫ്കയുടെ ഭാവി അവൻ ഈ ദൗത്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന് അറിയിക്കുന്നു. പക്ഷേ ആ സമയം കൈജുകളെ കൊല്ലുവാൻ കഫ്ക ആവേശത്തിലാണ്. ചെറിയ കൈജുകൾ കൂട്ടത്തോടെ ഇവർക്ക് നേരെ എത്തിത്തുടങ്ങുന്നു. അതിനിടെ ക്യാപ്റ്റൻ മീന ആഷിറോയുടെ നേരെ കൈജുകളെ തിരിച്ചു വിടുന്നതിനായി ലാൻഡ് ഡിഫൻസ് ഫോഴ്സ് വലിയ ആർട്ടിലറികൾ ഉപയോഗിച്ച് ആ കൈജുവിന്റെ നേരെ ശക്തമായി ഫയർ ചെയ്യുന്നു. അങ്ങനെ ആദ്യത്തെ കൈജു കഫ്കയുടെ ഗ്രൂപ്പിന് നേരെ എത്തുമ്പോൾ കഫ്ക തന്റെ കോംബാറ്റ് ഫോഴ്സ് റിലീസ് ചെയ്യുകയും ആ കൈജുവിന്റെ നേരെ ചാടി അടിക്കുകയും ചെയ്യുന്നു. അത് അവനെ എളുപ്പത്തിൽ തട്ടിത്തെറിപ്പിക്കുന്നു. എല്ലാത്തിനും ഉപരി കഫ്കയ്ക്ക് അപ്പോഴും 1% കോംബാറ്റ് ഫോഴ്സേ ഉള്ളൂ. അത് കാണുമ്പോൾ ഷിനോമിയ അവനോട് നിനക്കെന്താ വട്ടാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നീ മാറി നിന്ന് ഞാൻ ചെയ്യുന്നത് നോക്കുവാൻ പറഞ്ഞ് അവൾ കൈജുകളുടെ മേളിലൂടെ എടുത്തു ചാടുകയും വളരെ വേഗത്തിൽ തന്നെ അതുങ്ങളെയെല്ലാം തീർക്കുകയും ചെയ്യുന്നു. എക്സ്പീരിയൻസ് ഉള്ള ഓഫീസർമാർ വരെ ഷിനോമിയയുടെ ഫൈറ്റിംഗ് സ്കിൽസ് കണ്ട് ഞെട്ടുന്നു. നിലത്ത് വീണ് കിടക്കുന്ന കഫ്ക ഷിനോമിയയ്ക്ക് കൈ പൊക്കി കാണിക്കുന്നു. അപ്പോൾ മറ്റൊരിടത്ത് ലെനോയും യുഹാറുവും വഴിമാറി ഓടുന്ന കൈജുകളെ കൊല്ലുന്നത് ഏറ്റെടുക്കുന്നു. ലെനോ വേഗത്തിൽ അവന്റെ ദൗത്യവുമായി പൊരുത്തപ്പെടുന്നു. എങ്കിലും തന്റെ സുഹൃത്തായ കഫ്ക ഒരിക്കലും കൈജു നമ്പർ 8 മാറാതിരിക്കാൻ കൂടുതൽ ശക്തനാകാൻ ലെനോ ആഗ്രഹിക്കുന്നു. ട്രെയിനിങ് സെക്ഷനിൽ ഉണ്ടായിരുന്ന അതേ മത്സരം ലെനോയും യുഹാറുവും നിലനിർത്തുന്നു. മറുവശത്ത് ഹാറുയുയും ആവോയും പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ കൈജുകളെ നിർവീര്യമാക്കുമ്പോൾ കഫ്ക ഒളിച്ചിരിക്കുകയും ഓക്കനോഗിയുടെ അപ്ഡേറ്റ്സ് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. സ്വന്തം നിലയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനായി എന്തെങ്കിലും ചെയ്യാൻ കഫ്ക തീരുമാനിക്കുന്നു. അവന് ശേഷിക്കുന്ന 1% കോംബാറ്റ് ഫോഴ്സ് ഉപയോഗിച്ച് കൈജുകളുടെ ശരീരത്തെ വേഗത്തിൽ കീറാൻ കഴിയുമെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫംഗസ് ടൈപ്പ് കൈജു ആണെന്നും അവൻ തിരിച്ചറിയുന്നു. ലേശം പരതിയതിനു ശേഷം അവൻ ആ കൈജുവിന്റെ വീക്ക് പോയിന്റ് ആയ അതിന്റെ കോർ കണ്ടെത്തുന്നു. കഫ്ക അപ്പോൾ വൈസ് ക്യാപ്റ്റൻ സോഷിറോയെ ബന്ധപ്പെടുകയും മരിച്ചു കിടക്കുന്ന കൈജുവിന് അതിന്റെ ശരീരത്തിൽ വേറെ കൈജുകളെ വളർത്താൻ പ്രാപ്തിയുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടെന്നും അത് നശിപ്പിക്കേണ്ടതാണെന്നും കൂടാതെ അതിന്റെ കറക്റ്റ് ലൊക്കേഷനും അറിയിക്കുന്നു. കഫ്കയുടെ ഈ സുപ്രധാനമായ നിരീക്ഷണം
അവരുടെ മിഷന്റെ വിജയത്തിന് സഹായിക്കുമെന്ന് വൈസ് ക്യാപ്റ്റൻ കഫ്കയെ അഭിനന്ദിക്കുന്നു. കൂടാതെ ഈ പ്രധാന ഇന്റൽ ഓക്കനോഗിലേക്ക് റിലേ ചെയ്യുകയും അത് മുഴുവൻ ഡിഫൻസ് ഫോഴ്സ് ഓഫീസർമാരെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാക്കി ഓഫീസർമാർ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തിയ കൈജുകളുടെ ശവശരീരം പുനരുൽപാദിപ്പിക്കുന്നത് തടയാൻ കഫ്ക അതിന്റെ റീപ്രൊഡക്റ്റിംഗ് ഓർഗൻസ് നശിപ്പിക്കുന്നു. ഇത് തുടരവേ ഒരു വലിയ സ്ഫോടനം കേട്ട് കഫ്ക അവന്റെ ട്രാക്കിൽ നിൽക്കുന്നു. ചെറിയ കൈജുകൾ ഭൂരിഭാഗം വീണതോടെ ആ വലിയ കൈജുവിന് നേരെയുള്ള ആക്രമണങ്ങൾ അവർ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ മീന ആഷിറോ വലിയ കൈജുകളെ നേരിടാൻ പ്രത്യേകം തയ്യാറാക്കിയ ലേസർ ക്യാനനായി കൈജുവിന് നേരെ നിലയുറപ്പിക്കുന്നു. അവൾ ശ്രദ്ധാപൂർവം അതിനെ ലക്ഷ്യം വെക്കുകയും ഫയർ ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുകയും ചെയ്യുന്നു. ഓക്കനോഗി ഓൾ ക്ലിയർ ഫയർ സിഗ്നൽ നൽകുന്നു. അപ്പോൾ മീന കഫ്കയുടെ നേരെ നോക്കി നിശബ്ദമായി എന്റെ റേഞ്ച് ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടോളൂ എന്ന് പറയുന്നു. അവൾ അവളുടെ കോമ്പാറ്റ് പവർ 96% വർദ്ധിപ്പിക്കുന്നു. അവളുടെ ചുറ്റുമുള്ള എയർ എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നു. ആ ക്യാനൻ അവളുടെ ബോഡിയിൽ നിന്ന് ഫയർ ചെയ്യുവാൻ വേണ്ടിയുള്ള എനർജി ശേഖരിക്കുമ്പോൾ വൈസ് ക്യാപ്റ്റൻ സോഷിറോ കഫ്കയോട് നീ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ആളുടെ ശക്തി കണ്ണു ചിമ്മാതെ കാണുവാൻ പറയുന്നു. അപ്പോൾ മീന ഫയർ ചെയ്യുന്നു. ഒരു വലിയ ഗ്രീൻ എനർജി ബ്ലാസ്റ്റ് ആ ഭീമാകാരനായ കൈജുവിന്റെ കോർ തുളച്ചുകൊണ്ടു പോകുന്നു. മീന ആ കൈജുവിന്റെ ശരീരം കീറി വീഴുന്നതുവരെ വീണ്ടും വീണ്ടും ഫയർ ചെയ്യുന്നു. ആ കൈജു മരിച്ചതിന് ശേഷവും മീന 2 തവണ കൂടി ഫയർ ചെയ്യുന്നു. അവൾ എത്ര ശക്തിശാലിയാണെന്ന് കഫ്ക സ്വയം ചിന്തിക്കുന്നു. അപ്പോൾ സോഷിറോ അവനോട് അങ്ങനെ ഒരാളുടെ അരികിൽ നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ കഫ്ക സോഷിറയോട് ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് ഈ ജന്മം എനിക്കതിന് കഴിയില്ലെന്ന് പറയുന്നു. കൂടാതെ അവന് വലിയ കൈജുകളെ നേരിടാൻ കഴിയില്ലെന്നും ചെറുതും ഇടത്തരവുമായ കൈജുകളാണ് അവന്റെ പ്രത്യേകത എന്നും പറയുന്നു. ഇത് പറഞ്ഞു തീരും മുന്നേ ഒരു മീഡിയം സൈസ് കൈജു സോഷിറോയെ വിഴുങ്ങാൻ വരുന്നു. ഒന്ന് കണ്ണ് ചിമ്മി തുറക്കും മുൻപേ ആ കൈജു കഷ്ണങ്ങളായി നിലത്ത് വീഴുന്നു. എന്നിട്ട് സോഷിറോ ഈ കാര്യം മീനയ്ക്ക് പോലും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നു. അവൻ അത്രയും വേഗമുള്ളവനാണ്. സോഷിറോയ്ക്ക് 2 ചെറുതും കട്ടാന പോലെ ഉള്ളതുമായ ബ്ലേഡുകളുണ്ട്. 100 കണക്കിന് വർഷങ്ങളായി കൈജുവിനോട് പോരാടി വരുന്ന അവന്റെ കുടുംബത്തിന്റെ മുഖമുദ്രയാണ് ആ ബ്ലേഡുകൾ. പല ക്യാപ്റ്റന്മാർക്കും വൈസ് ക്യാപ്റ്റന്മാർക്കും അവരുടെ ഫൈറ്റിംഗ് സ്റ്റൈലിന് അനുസരിച്ചുള്ള ഉപകരണങ്ങളുണ്ട്. ആ വലിയ കൈജു വീണെങ്കിലും യുദ്ധം അവസാനിക്കുന്നില്ല. മീന അതിനെ പരമാവധി നശിപ്പിച്ചെങ്കിലും ആ കൂറ്റൻ മൃതദേഹത്തിൽ നിന്ന് എണ്ണമറ്റ ചെറിയ കൈജുകൾ പൊട്ടിത്തെറിക്കുകയും തെരുവുകളിലൂടെ കൂട്ടമായി ഒഴുകുകയും ചെയ്യുന്നു. വൈസ് ക്യാപ്റ്റൻ സോഷിറോ തന്റെ ടീമിനോട് ഈ കൈജുകളെ കൂടി നശിപ്പിച്ചാൽ എത്രയും വേഗത്തിൽ വീട്ടിൽ ചെന്ന് രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറയുന്നു. പുതിയ റിക്രൂട്ട്മെന്റുകൾ ഇതിനകം തന്നെ ക്ഷീണിച്ചു. പക്ഷേ സീനിയർ ഓഫീസർമാർക്ക് സ്റ്റാമിനയിൽ മുൻതൂക്കമുണ്ട്. ഇതേസമയം ലെനോയും ഇഹാറുവും മറുവശത്ത് കൈജുകളെ നശിപ്പിച്ച് മുന്നേറുകയാണ്. എന്നാൽ ലെനോയോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിൽ ഇഹാറുവിന് നിരാശയുണ്ട്. അപ്പോൾ ഒരു മോൺസ്റ്റർ സ്വീപ്പർ ജീവനക്കാരൻ ഒരു കൈജുവിന്റെ മൃതദേഹത്തിന്റെ സമീപം കുനിഞ്ഞിരിക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഒരാൾ അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന ആശയക്കുഴപ്പത്തിൽ ഇഹാറു അവനെ വിളിക്കുന്നു. അപ്പോൾ അയാൾ സ്വയം പിറുപിറുക്കുകയും അവരുടെ മുഖത്തേക്ക് തിരിയുകയും ചെയ്യുമ്പോൾ അവന്റെ മുഖത്ത് കുമളകൾ രൂപാന്തരപ്പെടാൻ തുടങ്ങുന്നു. അത് ആ നിഗൂഢമായ മനുഷ്യനെ പോലെയുള്ള കൈജുവാണ്. ഇവിടെ 6ാമത്തെ എപ്പിസോഡ് തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.